+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, കേരളാസ് #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. Hi all, so welcome you all to the part 2 of CUET 2022 question paper solutions and discussions on the power of agriculture. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ CUET 2022 വെച്ചിരിക്കുന്ന പ്രീവിയസ് അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ നടത്തിയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ പാർട്ടിൽ തന്നെ. സോ നമുക്ക് അതിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്ലാന്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൾച്ചറിംഗ് ഇസ് കോൾഡ് ആസ്. കൾച്ചറിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റിംഗ് മെറ്റീരിയലിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ +1+2 നമുക്ക് സുപരിചിതമായ ടേംസും കാര്യങ്ങളൊക്കെയാണ്. ടിഷ്യൂ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മൾ കാണുന്ന കോമൺ ടേംസ് ആണ്. ഒന്നാമത്തെ കൊടുത്തിരിക്കുന്ന ടോട്ടിപ്പൊട്ടൻസി, രണ്ടാമത്തെ TM പ്ലാന്റ്, മൂന്നാമത്തെ ട്രാൻസിനിക് പ്ലാന്റ്, നാലാമത്തെ എക്സ് പ്ലാന്റ്. സോ ടോട്ടിപ്പൊട്ടൻസി എന്ന് വെച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് ടു ജനറേറ്റ് എ വോൾ പ്ലാന്റ് ഫ്രം എനി സെൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ് പ്ലാന്റിൽ നിന്ന് ഒരു വോൾ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യാലിറ്റിനെ പറയുന്ന ഒരു ടേമാണ് ടോട്ടിപ്പൊട്ടൻസി. സോ അതല്ല ഇതിന്റെ ആൻസർ. ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബി ബിയും സിയും കൊടുത്തിരിക്കുന്ന ട്രാൻസിനിക് മോഡിഫൈഡ് പ്ലാന്റ്സ് ആണ്. സോ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിനെ പറയുന്നതാണ് ട്രാൻസിനിക് പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഡിസൈർഡ് ജീൻ ഒരു ഓർഗാൻസ് മറ്റൊരു ഓർഗാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ നമ്മൾ ഡിസൈറബിളി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റിനെ പറയുന്നതാണ് ട്രാൻസിനിക് പ്ലാന്റ് അല്ലെങ്കിൽ TM പ്ലാന്റ്. സോ അത് രണ്ടുമല്ല അതിന്റെ ആൻസർ. നമ്മുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്താണെന്നാണ് ക്വസ്റ്റിന്റെ ചോദ്യം. സോ ഓപ്ഷൻ ഡി ആയിട്ടുള്ള എക്സ് പ്ലാന്റ്, അതായത് നമ്മൾ ടോട്ടിപ്പൊട്ടൻഷ്യലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പ്ലാന്റ് സെല്ലോ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ എക്സ് പ്ലാന്റിൽ നിന്ന് ഹോൾ ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചറിങ്. ആ ഒരു പൊട്ടൻഷ്യാലിറ്റിക്ക് പറയുന്നതാണ് ടോട്ടിപ്പൊട്ടൻസി ആൻഡ് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എക്സ് പ്ലാന്റ്. സോ ഹിയർ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ് പ്ലാന്റ് ആണ് പ്ലാന്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൾച്ചറിങ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പിക്കോർണ വൈറസ് കോസസ് ഡാഷ് ഡിസീസ് എന്നാണ്. പിക്കോർണ വൈറസ് ഏത് ഡിസീസ് കോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതിൽ ഓപ്ഷൻസ് നോക്കി നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മോസ്റ്റ്ലി എക്സെപ്റ്റ് റേബീസ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഷീപ്പ് ആൻഡ് ഗോട്ട് പോക്സ്, പിന്നെ പെസ്റ്റിസ് റുമിനൻസ്, ദെൻ ഓപ്ഷൻ സി ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഓപ്ഷൻ ഡി റേബീസ്. സോ നമ്മുടെ പിക്കോണ വൈറസ് നമുക്ക് ഹ്യൂമൻസിലും ആനിമൽസിലും ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഹ്യൂമൻസിൽ നോക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, പോളിയോമൈലൈറ്റിസ്, കോമൺ കോൾഡ് ഒക്കെ പരത്താവുന്നതാണ് ഈ ഒരു പിക്കോണ വൈറസ് എന്ന് പറയുന്നത്. ഒപ്പം ആനിമൽസിൽ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസും കൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. സോ പിക്കോണ വൈറസ് കോസസ് ദാറ്റ് ഡിസീസ്. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ആനിമൽസിലാണ് ഇത് കാണപ്പെടുന്നത്. പേര് പറയുന്ന പോലെ ഫുട്ടിലും മൗത്തിലൊക്കെ വളരെയധികം സോഴ്സ് ഡെവലപ്പ് ചെയ്യും ആൻഡ് അവരുടെ ലെഗ്സ് ഒക്കെ വളരെയധികം വീക്ക് ആയിരിക്കും, ഭയങ്കര ടെൻഡർ ആയിരിക്കും. ഈ വായന ചുറ്റൊക്കെ ഭയങ്കരമായിട്ട് സോഴ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. അവരുടെ അപ്പറ്റൈറ്റ് നഷ്ടപ്പെടും. അപ്പറ്റൈറ്റ് നഷ്ടപ്പെടുമ്പോൾ അൾട്ടിമേറ്റ്ലി yield ലെസ്, അവരുടെ yield വളരെയധികം റെഡ്യൂസ് ആവും. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദ ആനിമൽസ്. സോ പിക്കോണ വൈറസ് കോസസ് ഡാഷ് ഡിസീസ്, അത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഫ്രം കൗഡൻ വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ലാർജ്ലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ്. ബയോഗ്യാസ് പ്രൊഡക്ഷൻ, കൗഡൻ നിന്നുള്ള ബയോഗ്യാസ് പ്രൊഡക്ഷൻ ടെക്നോളജി ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ആൻഡ് ഇതിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ലാർജ്ലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ്. ലാർജ്ലി ആരുടെ എഫേർട്സ് കൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ IARI ആണ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഓപ്ഷൻ ബി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഓപ്ഷൻ സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, ഓപ്ഷൻ ഡി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഇ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. സോ ഇതിൽ മെയിൻ എഫേർട്ട്, ലാർജസ്റ്റ് എഫേർട്ട് പോകുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ IARI ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിലൊരു സിഗ്നിഫിക്കന്റ് റോൾ വരുത്തിയിട്ടുണ്ട്. സോ ഇതിൽ പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാർജ്ലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ്, ലാർജ്ലി ആരുടെ എഫേർട്സ് മുഖാന്തരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഇ ആണ് ആൻസർ വരുന്നത്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അതായത് ഈ ഓപ്ഷൻസിലെ ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇ ഓൺലി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഗ്ലൈസിൻ മാക്സ് ഇസ് എ ബൊട്ടാനിക്കൽ നെയിം ഓഫ്. ഗ്ലൈസിൻ മാക്സ് എന്നുള്ളത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സോയാബീൻ, ഗ്രാം, റെഡ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ്
ക്വസ്റ്റ്യൻ സെക്ഷനിലും കണ്ടിരുന്നു സയന്റിഫിക് നെയിം വെച്ചിട്ടുള്ള ഒരു മാസ്റ്റർ ഫോളോയിൻ. സോ സയന്റിഫിക് നെയിംസ് എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി സീരിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, കോമൺ ലെഗ്യൂംസ്, അതുപോലെ തന്നെ കോമൺ പ്ലാന്റേഷൻ ക്രോപ്സ് എന്നീ സാധനങ്ങളൊക്കെ. സോ കോമൺ ആയിട്ടുള്ള എല്ലാ ഈ കാറ്റഗറിയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ ക്രോപ്സിന്റെയും സയന്റിഫിക് നെയിംസ് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സോയാബീൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഗ്ലൈസിൻ മാക്സ്. അത് ഓയിൽ സീഡ് ക്രോപ്സ് ആണ്. സോ ഓയിൽ സീഡ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓയിൽ സീഡ് ക്രോപ്സിന്റെയും സയന്റിഫിക് നെയിംസ് ഒക്കെ പഠിച്ചു പോകുന്നത് വിൽ ബി ബെറ്റർ. ഓപ്ഷൻ ബി ഗ്രാം, ഈ ഗ്രാംസിന്റെ ഒക്കെ സയന്റിഫിക് നെയിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ റെഡ് ഗ്രാം, ഖജാനസ് ഖജാൻ, പിജിൻപി, പിന്നെ ചിക് പി ആയിട്ടുള്ള സീസർ വിറ്റ്നാം, ബ്ലാക്ക് ഗ്രാം അതായത് നമ്മുടെ ഉഴുന്ന് എന്ന് പറയുന്ന വിറ്റ്നാം മംഗോ. സോ ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഗ്രാംസിന്റെ ഒക്കെ സയന്റിഫിക് നെയിംസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ള അത് മാസ്റ്റർ ഫോളോയിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സോയാബീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഗ്ലൈസിൻ മാക്സ് എന്നാണ് അതിന്റെ ബൊട്ടാനിക്കൽ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ റെഡ് കളർ ഓഫ് ടൊമാറ്റോ ഇസ് ഡ്യൂ ടു ഡാഷ് പിഗ്മെന്റ്. ടൊമാറ്റോയുടെ റെഡ് കളർ ഏത് പിഗ്മെന്റ് ആണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഒബ്വിയസ്ലി ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ ആണ് ടൊമാറ്റോന്റെ റെഡ് കളർ കൊടുക്കുന്നത്. പക്ഷെ മറ്റു ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ക്യാപ്സാന്തിൻ. ക്യാപ്സാന്തിൻ എന്നുള്ളത് നമ്മുടെ ചില്ലി അല്ലെങ്കിൽ മുളകിന് ആ ഒരു റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ക്യാപ്സാന്തിൻ. പിന്നെ ആന്തോസൈനിൻ ഒക്കെ നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഒരു പർപ്പിൾ റെഡ് കളർ ഒക്കെ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ആന്തോസൈനിൻ. ആൻഡ് മെലാനിൻ നമുക്കറിയാം നമ്മുടെ സ്കിൻ പിഗ്മെന്റ് ആണ് മെലാനിൻ. സോ ഇതിൽ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരുന്നത് ലൈക്കോപ്പീൻ ആണ്. റെഡ് കളർ ഓഫ് ടൊമാറ്റോ ഇസ് ഡ്യൂ ടു ഡാഷ് പിഗ്മെന്റ് ലൈക്കോപ്പീൻ. അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് റെഡ് കളർ ഓഫ് ചില്ലി ഇസ് കോസ്ഡ് ഡ്യൂ ടു ഡാഷ് പിഗ്മെന്റ്. അതിന്റെ ആൻസർ ആണ് ക്യാപ്സാന്തിൻ. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ലൈക്കോപ്പീൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഇസ് ക്രോണിക് ഡിസീസ് ഓഫ് ആനിമൽസ്. ആനിമൽസിലെ ക്രോണിക് ഡിസീസ് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ എക്സെപ്റ്റ് ഓപ്ഷൻ ഡി, ഈ മൂന്ന് ഓപ്ഷൻസ് ആനിമൽസിൽ കോമൺ ആയി കാണപ്പെടുന്ന ഡിസീസസ് ആണ്. അതിലെ ക്രോണിക് ഡിസീസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്, മാസ്റ്റിറ്റിസ്. കാരണം മറ്റു രണ്ടും അക്യൂട്ട് ഡിസീസസ് ആണ്. മാസ്റ്റിറ്റിസ് ആണ് വളരെ ക്രോണിക്കും ലെറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ട് വരുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ലാക്ടേറ്റിംഗ് കൗസിലും മറ്റ് ആനിമൽസിലൊക്കെയാണ് കാണുന്നത്. അവരുടെ മെമ്മറി ഗ്ലാൻസ് ആണ് ഇതിന്റെ ഇൻഫെക്ഷൻ വരുന്നത്. And this inflammation will ultimately cause the death of that organism. So this is a chronic disease of animal. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് മാസ്റ്റിറ്റിസ് ആണ്. മറ്റേ രണ്ടും ബ്ലാക്ക് വാട്ടർ ആൻഡ് ആന്ത്രാക്സ് നിയർലി മോർ ലെസ് ലൈക്ക് അക്യൂട്ട് ഡിസീസസ് ആണ്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മാസ്റ്റിറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. All the carbon compounds that we get from living tissues can be called as. നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ കിട്ടുന്ന എല്ലാ കാർബൺ കോമ്പൗണ്ട്സിനെയും നമുക്ക് എന്തായിട്ട് വിളിക്കാം എന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ബയോ റിസോഴ്സ്, ഓപ്ഷൻ ബി ബയോ ഇൻഫോർമാറ്റിക്സ്, ഓപ്ഷൻ സി ബയോവർക്ക്, ഓപ്ഷൻ ഡി ബയോമോളിക്യൂൾസ്, ഓപ്ഷൻ ഇ ബയോസെൻസസ്. സോ ഇത് വളരെ ഈസിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ബയോമോളിക്യൂൾസ്. മറ്റെല്ലാത്തിലും ബയോ എന്നുള്ള ടേം വരുന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് ഒട്ടും കൺഫ്യൂസിങ് അല്ല. കാരണം ലിവിങ് ടിഷ്യൂസ് നിൽക്കുന്ന കാർബൺ കോമ്പൗണ്ട്സ് നമുക്ക് ബയോമോളിക്യൂൾസ് ആണ്, ഈസിലി റിലേറ്റബിൾ ആണ് ഈ ഒരു ഓപ്ഷൻസ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബയോ റിസോഴ്സ് ആണ്. ബയോ റിസോഴ്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ആയിട്ടുള്ള എന്ത് റിസോഴ്സിനും നമുക്ക് ബയോ റിസോഴ്സ് എന്ന് പറയാം. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ എൻറ്റിറ്റീസ് വിച്ച് റിലേറ്റഡ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മറ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ബയോ ഇൻഫോർമാറ്റിക്സ് വരുന്നത്. ആൻഡ് ഓപ്ഷൻ സി ബയോവാർ എന്ന് പറയുന്ന ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ടേമാണ് ബയോവാർ. ആൻഡ് ഓപ്ഷൻ ഇ ഈസ് ബയോളജിക്കൽ സെൻസേഴ്സ്. ബയോളജിക്കൽ എൻറ്റിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള സെൻസേഴ്സ് ആണ് ബയോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ബയോമോളിക്യൂൾസ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയി വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ഡി ഓൺലി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇത് ഓയിൽ പെർസെൻറ്റേജ് ഇൻ ഗ്രൗണ്ട്നട്ട് സീഡ് ഈസ്. ഓയിൽ പെർസെൻറ്റേജ്, ഗ്രൗണ്ട്നട്ട് സീഡിലെ ഓയിൽ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഗ്രൗണ്ട്നട്ട് സീഡ് ഇസ് എ മേജർ ഓയിൽ സീഡ് ക്രോപ്പ് ആൻഡ് ഇതിലെ ഓയിൽ പെർസെൻറ്റേജ് ആയിട്ട് വരുന്നത് 45 to 55% ആണ്. സോ അത് ബൈഹാർട്ട് ആയിട്ട് പഠിക്കുക തന്നെ ഓപ്ഷനുള്ളൂ. ഇങ്ങനെ ചില ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിരിക്കാം റിലേറ്റഡ് ടു ദിസ് നമ്പേഴ്സ് ഓഫ് ഡിജിറ്റ്സ്. നമ്മുടെ പെർസെൻറ്റേജ് ഓയിൽ കണ്ടന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റൻസ് ചോദിച്ചിരിക്കാം. മെയിൻലി ഓയിൽ കണ്ടന്റ് ചോദിക്കുകയാണെങ്കിൽ ഓയിൽ സീഡ്സ് ക്രോപ്സിന്റെ ഒക്കെയാണ് ചോദിക്കുന്നത്. സോ ഇതിലെ ഗ്രൗണ്ട്നട്ട് സീഡിന്റെ ഓയിൽ പെർസെൻറ്റേജ് വരുന്നത് 45 to 55% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഇസ് നോട്ട് കൺസിഡേർഡ് ബൈ ഡെവലപ്പിംഗ് ഹൗസിംഗ് സിസ്റ്റം ഫോർ ഡയറി ഫാം. സോ നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ ഒരു 2-3 ക്വസ്റ്റൻസ് റിലേറ്റഡ് ടു ആനിമൽ ഹസ്ബൻഡറി കണ്ടു. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കണ്ടു. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് അഗ്രികൾച്ചർ ക്വസ്റ്റൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. സോ എനിവേ യു വിൽ ഗെറ്റ് വൺ ക്വസ്റ്റൻ ഡെഫിനറ്റ്ലി ഫ്രം ദിസ് ആനിമൽ ഹസ്ബൻഡറി പോർഷൻ. ഇതിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ഫോളോയിങ് പോയിന്റ്സ് ഇസ് നോട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്ന് വൈൽ ഡെവലപ്പിംഗ് ഹൗസിംഗ് സിസ്റ്റം ഫോർ ഡയറി ഫാം.
ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഷെഡ് ഡിസൈൻ. ഷെഡ് ഡിസൈൻ ഒബ്വിയസ്ലി ഇസ് എ മാറ്റർ ഓഫ് കൺസേൺ, കാരണം അതാണ് ഒരു പ്രൈമറി കൺസേൺ നമ്മളൊരു ഹൗസിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഓപ്ഷൻ ബി ഹൗസിംഗ് ഓഫ് യങ് സ്റ്റോക്ക്. യങ് സ്റ്റോക്കിന്റെ ഹൗസിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഹൗസിംഗ് സിസ്റ്റത്തിൽ. ഓപ്ഷൻ സി മിൽക്കിംഗ് പാർലർ. മിൽക്കിംഗ് പാർലറും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് വെൽ ഡെവലപ്പിംഗ് ഹൗസിംഗ് സിസ്റ്റം. പക്ഷേ സൈസ് ഓഫ് ദ ആനിമൽ നമ്മൾ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യും സൈസ് ഓഫ് ദ ആനിമലും സൈസ് ഓഫ് ദ ഹേർഡും തമ്മിൽ. സൈസ് ഓഫ് ദ ഹേർഡ് അല്ലെങ്കിൽ വോൾ ആനിമൽ ഗ്രൂപ്പിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. പക്ഷേ സൈസ് ഓഫ് ദ ആനിമൽ എന്ന് പറയുന്നത് ഒരു മാറ്റർ ഓഫ് കൺസേൺ അല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീട് പണിയുകയാണെങ്കിൽ അതിന്റെ താമസിക്കുന്ന ആളുടെ സൈസോ ലൈക്ക് അവരുടെ ഒരു ഷേപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ അതിൽ കൺസിഡർ ചെയ്യില്ല. പക്ഷെ മറിച്ച് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ മാറ്റർ ഓഫ് കൺസേൺ. പക്ഷെ ആളുടെ സൈസ് ഒരിക്കലും നോട്ട് എ മാറ്റർ ഓഫ് ഹൗസിംഗ് സിസ്റ്റം കൺസേൺ. സോ ഇതിലെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ദ സൈസ് ഓഫ് ആനിമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. Fusion of male and female gametes to form a zygote which develops into an embryo is known as. So ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ NCET 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ടു ഫോം സൈഗോട്ട് വിച്ച് ഡെവലപ്സ് ഇൻടു ആൻ എംബ്രിയോ ഇസ് നോൺ ആസ്. ഇതിൽ ആൻസർ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല, ലൈക്ക് അതിൽ ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ് വരുന്നില്ല. സോ വിച്ച് ഇസ് നോട്ട് ദി ആൻസർ. ഓപ്ഷൻ ബി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അതെന്തെങ്കിലും വെജിറ്റേറ്റീവ് പാർട്ടോ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പുതിയ റീപ്രൊഡക്റ്റീവ് എൻറ്റൈറ്റി ഉണ്ടാവുന്നതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കൊമേഴ്ഷ്യൽ റീപ്രൊഡക്ഷൻ. അത് മെയിൻലി ഫോർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ റീപ്രൊഡക്ഷൻ. സോ ഇതിലെ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ ഇതാണ് നമ്മുടെ പാർട്ട് 2 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 ക്വസ്റ്റ്യൻസ്. ആൻഡ് CUET 2023 നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ കോച്ചിങ് ക്ലാസ്സസ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കേൾക്കണം, അല്ലെങ്കിൽ അതിന് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രിപ്വൈസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിന്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആപ്പിന്റെ ലിങ്ക്. ആ ആപ്പിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കേജസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. അതിന്റെ സെഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എടുക്കാം. ഓൾസോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിട്ട് സംസാരിക്കാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓൾസോ CUET 2023 ടാർഗറ്റ് ചെയ്യുന്നവർക്കും 24 ടാർഗറ്റ് ചെയ്യുന്നവർക്കും സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ജോയിനിങ് ലിങ്ക്സും താഴെ കൊടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ CUET സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ റെഗുലർ ആയി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.